ഇന്ന് നമ്മളുള്ളത് കോഴിക്കോടാട്ടോ. കോഴിക്കോട് നമ്മളെ പണിക്കർ റോഡ് കേട്ടിട്ടുണ്ട്, നമ്മളെ ഇംഗ്ലീഷ് പള്ളി ഭാഗത്ത്. ആ റെയിൽവേ ഗേറ്റ് 6-ാം ഗേറ്റിൻ്റെ അടുത്തൊരു അടിപൊളി ഹോട്ടലുണ്ട്, ഹോട്ടൽ ദേവദാസ് പറഞ്ഞിട്ട്. ഉച്ച സമയത്ത് പോയാൽ നല്ല ഊണ് കിട്ടും. ഇന്ന് അവിടെ ഊണ് കഴിക്കാൻ ഇറങ്ങിയാണ്. അപ്പോൾ എല്ലാവരും നമ്മളെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളി. ഇതേപോലത്തെ നാടൻ ഫുഡ് സ്പോട്ടുകൾ കൂടുതലായിട്ട് നമുക്കിതിൽ കാണാം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കൊക്കെ അടിച്ചൊന്ന് സപ്പോർട്ട് ചെയ്ത് വിട്ടാൽ ചാനൽ നന്നായിട്ട് മുന്നോട്ട് പോകും. അപ്പോൾ ശരി, മൂപ്പറാണ് ചോറൊക്കെ ആയിട്ട് വരുന്നുണ്ട്. നല്ല ആവി പറക്കുന്ന ചോറ്. നമ്മളെപ്പോഴും ബിരിയാണി മന്തിയൊക്കെ കഴിച്ചാൽ ഇത് കഴിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു മനസ്സുഖം അതൊന്ന് വേറെ തന്നെയല്ലേ. പിന്നെ ഈ ഒരു സ്പോട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ സ്ഥിരം ആൾക്കാർ ഇങ്ങനെ ഒന്ന് കഴിക്കുന്ന ചില സ്പോട്ടുകൾ ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ ഒരു സ്പോട്ടാട്ടോ. ഞാനൊക്കെ ഇതിൽ പോകുമ്പോൾ എങ്ങനെയായാലും ഇവിടെ കയറിയിട്ടേ കഴിക്കുള്ളൂ. ഉച്ചയ്ക്ക് നല്ല കഞ്ഞിവെള്ളമൊക്കെ ചോറിൻ്റെ കൂടെ കിട്ടുന്ന ചില നാട്ടിൻപുറത്ത് ഹോട്ടലല്ല, അതേപോലത്തെ ഒരു ഹോട്ടൽ. നമ്മൾ കോഴിക്കോട് ടൗണിൽ തന്നെയാണ്. നമ്മളെ ഇംഗ്ലീഷ് പള്ളി നേരെ ബീച്ചിലേക്ക് പോകുന്ന റോഡില്ല, അതാണ് പണിക്കർ റോഡ് പറയുന്നത്. അവിടെ 6-ാം ഗേറ്റ് കൊണ്ട് എത്തിയാൽ മതി. നമ്മളെ കറികളൊക്കെ വന്നിട്ട് നല്ല ആ കാണുന്നതിന് എന്തൊരു ഐശ്വര്യം അല്ലേ. പച്ചക്കറി, പരിപ്പ് കറി കേട്ടോ, തക്കാളി, എന്തോ കഷ്ണങ്ങളുടെ ഇളവനോ വെള്ളരിയോ മറ്റോ ആയിരിക്കും, അതൊക്കെ കാണുന്നുണ്ട്. പിന്നെ അച്ചാറ്, ഉപ്പേരി, അങ്ങനത്തെ സാധനങ്ങൾ, പിന്നെ മീൻകറി, മീൻചാറ് ഒക്കെ വരാനുണ്ട്. മെല്ലെ എങ്ങനെ വരട്ടെ. അതാ മീൻകറി ആയിട്ട് ഉപ്പര് തന്നെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മളെ ചാനലിൽ എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ വീഡിയോസ് തന്നെ സ്ഥിരം കാണിക്കുന്നത്? നമ്മൾ കഴിക്കാൻ പോകുന്നത് കാണിക്കുക എന്നുള്ളതാണ് ഈ ചാനലിൻ്റെ ഉദ്ദേശം. അപ്പം ഇങ്ങനത്തെ വീഡിയോസ് ഇതിൽ വരുള്ളൂ. അങ്ങനത്തെ വീഡിയോസൊക്കെ എൻജോയ് ചെയ്യുന്നവർക്ക് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം കേട്ടോ. ഇപ്പം മീൻകറി വന്നിട്ടുണ്ട്, പച്ചക്കറി വന്നിട്ടുണ്ട്, അച്ചാറുണ്ട്, ഉപ്പേരുണ്ട്, പപ്പടമുണ്ട്, മോരുണ്ട്. ഇനി മീൻ പൊരിച്ചും കൂടി വന്നാൽ നമുക്ക് കഴിച്ചു കൊടുക്കാം. അപ്പോൾ എന്തായാലും മത്തി തന്നെ വാങ്ങി. ഇപ്പോൾ നല്ല ടേസ്റ്റിലുള്ള മത്തി കിട്ടുന്ന ടൈമാണ് കേട്ടോ. എന്തായാലും നമ്മൾ ആദ്യം ആ പരിപ്പ് കറി തന്നെ അങ്ങ് തുടങ്ങാം. നല്ല നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോഴത്തെ ഒരു നാടൻ കറി കാണും. ആ ടേസ്റ്റും ഉണ്ട് കേട്ടോ, കഴിക്കുമ്പോൾ നല്ല രസമുണ്ട്. ഇങ്ങനത്തെ ഈ സ്ഥിര ആൾക്കാർ ഇങ്ങനെ കയറി കഴിക്കുന്ന സ്ഥലങ്ങൾ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കണം ഫുഡ് നന്നാവുന്നുള്ളത്, അല്ലെങ്കിൽ ആരെയും കയറുമല്ലേ. അതേപോലെ നമുക്കിനി എല്ലാം മീൻ കറിയിലേക്ക് നോക്കട്ടെ. മീനിൻ്റെ തേങ്ങയൊക്കെ നന്നായിട്ട് ചില കല്യാണ വീട്ടിലൊക്കെ നമ്മൾ തലേ ദിവസം കിട്ടില്ല, നല്ല സ്രാവിൻ്റെയൊക്കെ കറി, നല്ല തേങ്ങയൊക്കെ വെച്ചാൽ അതേപോലത്തെ കറി കാണാമല്ലോ. ഒരു കഷ്ണമുണ്ട് ബോണസായിട്ട്. അപ്പോൾ അത് കൂട്ടി അതാ നമ്മളല്ലേ, നല്ല ടേസ്റ്റ് ഉണ്ട് കറികൾ. എന്തായാലും അമ്മയ്ക്ക് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ മീൻ പൊരിച്ചത് നമ്മൾ പലപ്പോഴും ആകോരൊക്കെ വാങ്ങി കഴിക്കുന്നതിനോട് ഇതേപോലത്തെ മത്തിക്കണ 2-3 വാങ്ങി അടിപൊളിയില്ല. ആ പൈസയും ലാഭമാണ്, ടേസ്റ്റ്. പ്രത്യേകിച്ച് ഇപ്പോൾ നല്ല ടേസ്റ്റുള്ള മത്തി കിട്ടുന്നുണ്ടായിരുന്നു. നോക്കട്ടെ, ഉപ്പേരി വെക്കുക, ഒരു പപ്പടം വെക്കുക, പച്ചക്കറിയും കൂട്ടി അങ്ങോട്ട് കഴിച്ച് നോക്കുക. കത്തി കണ്ടാത്തിന് നല്ല ടേസ്റ്റുള്ള മത്തിയാണല്ലോ, എല്ലാവരും വാങ്ങുന്നുണ്ട്. സംഭവം സെറ്റാണ്. ഞാൻ പറയാം, നല്ല ഫ്രഷ് മീൻ, അടിപൊളിയാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ ഒരുപാട് പേര് ഇങ്ങനെ ഫേസ്ബുക്കിലും ഇതിലൊക്കെ ഇങ്ങനെ കമൻറ്റ് ഇടും, എന്തിനാണ് ഇങ്ങനത്തെ ഹോട്ടലുകളിൽ പോയി വീഡിയോ എഴുതി കാണിക്കുന്നതൊക്കെ. നമ്മൾ സ്ഥിരം പോയി കഴിക്കുന്ന ഹോട്ടലുകളിൽ അതൊരു വീഡിയോ ആക്കി മാറ്റുന്നതേ ഉള്ളൂ ഈ ഒരു ചാനലിൽ കേട്ടോ. പിന്നെ ചിലപ്പം കുറേ പരസ്യങ്ങളൊക്കെ ഉണ്ടാവും, കാരണം അത് ചില ഹോട്ടലുകളൊക്കെ നമ്മൾ വിളിക്കും, അപ്പോൾ ചില്ലർ പൈസ വാങ്ങിയിട്ട് വീഡിയോ ചെയ്യും, അത് വേറെ കാര്യം. പക്ഷേ കൂടുതലായിട്ടും ഇതേപോലത്തുള്ള നാടൻ ഫുഡ് സ്പോട്ടുകൾ അത് പലപ്പോഴും ഹോട്ടലുകാർ തന്നെ അറിയില്ല നമ്മൾ വീഡിയോ ചെയ്യുന്നു തോന്നും. അപ്പോൾ നിങ്ങളെ പോലത്തെ ആൾക്കാർ ഷെയർ ചെയ്തിട്ട് ചെയ്യുമ്പോഴൊക്കെയാണ് അവരറിയാം. പിന്നെ അവർ ചിലപ്പം വിളിക്കും, ചില ആൾക്കാർ വിളിച്ച് സന്തോഷമൊക്കെ അറിയിക്കും കേട്ടോ. പറയാം മോര് വന്നിട്ടുണ്ട് കേട്ടോ, നല്ല എന്താ പറയുക, പച്ചമുളകും ഉള്ളിയൊക്കെ ഇട്ടുള്ള ടേസ്റ്റ്. അതാ ചോറിൻ്റെ കൂടെ കൂട്ടി അതും കൂടെ അങ്ങോട്ട് ഫിനിഷ് ചെയ്ത്. ഈ ഒരു ഊണിന് 50 രൂപ ആയിട്ടുണ്ട് കേട്ടോ. 50 രൂപയുടെ ഊണും 30 രൂപയുടെ മത്തി. ഓക്കെ, അപ്പോൾ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനത്തെ നാടൻ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് കൂടിക്കൂടി അടിപൊളി വീഡിയോസ് ഞാനിങ്ങനെ എത്തിച്ചുകൊണ്ടേയിരിക്കും. ഓക്കെ, പിന്നെ ഇത് കറക്റ്റ് ലൊക്കേഷൻ വരെ നമ്മൾ കോഴിക്കോട് ഇംഗ്ലീഷ് പള്ളിയിൽ നിന്ന് ബീച്ചിലേക്ക് പോകുന്ന റോഡ്, പണിക്കർ റോഡ്. അത് നേരെ പോയാൽ റെയിൽവേ ഗേറ്റിൻ്റെ തൊട്ടടുത്ത് തന്നെ കാണാം ഹോട്ടൽ ദേവദാസങ്ങളിൽ. അവിടെ നിന്ന് കഴിച്ചവരൊക്കെ ഒന്ന് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കട്ടോ. അപ്പോൾ ശരി, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.